മിണ്ടില്ല ആൾക്കാർ കണ്ടാലും. ആൾക്കാരെന്നെ കാണുന്നില്ലല്ലോ, ഞാൻ വണ്ടിയിലല്ലേ പോന്നെ. കൂളിങ് ഒട്ടിച്ച വണ്ടി പോയി ആൾക്കാരെങ്ങനെ കാണാനാ? അപ്പോ അതാണ് അത് അന്നേ ഫ്ലോയിൽ പറഞ്ഞു. അപ്പൊ കുഗ്രാമത്തിന് ആ അപരിഷ്കൃത ഗ്രാമം എന്നുള്ള മാത്രമേ നല്ല അർത്ഥം, റിമോട്ട് വില്ലേജ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇനി അങ്ങനെ ഇവര് മറ്റേന്താ പറയുന്നത് ശബ്ദധാര വിലയൊക്കെ എടുത്തു നോക്കിയിട്ടൊക്കെയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്. വാക്കുകളുടെ അർത്ഥം എടുക്കാൻ ഭയങ്കര ഡേഞ്ചറാ. ഓരോ വാക്കുകളിലൊക്കെ നമ്മൾ പറയുന്നതിന്റെ അപ്പൊ അത് അന്ന് ഭയങ്കര, നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നമല്ല. ഒരു നാട്ടുകാർ മൊത്തം ഒരാൾക്കെതിരെ തിരിയുക, എന്നിട്ട് നാട്ടിലിവനെ കാലുകുത്ത സമ്മതിക്കണ പറയാ. അമ്മയും അച്ഛനൊക്കെ പേടിച്ചില്ലേ? ഇല്ല, അങ്ങനെ വീടാക്രമിക്കുന്ന പറഞ്ഞാൽ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാർ നാട്ടിൽ കാണുമല്ലോ. അത് അവരൊരു ആവേശമാണ്. ഞാനത് മെറ്റഫോറിക്കലി പറഞ്ഞു. ഓക്കെ, അത് ഇവർ കല്ലെടുത്തെറിഞ്ഞെന്നല്ല, അത്രയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. സിമ്പിൾ. അത് തന്നെ. അത് അവരെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത്, മനസ്സിലായോ? ആൾക്കാർ ഈ കയോസ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണല്ലോ ആൾക്കാരെ ബേസിക് ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 വർഷമായി. പിന്നെ അന്നേരം ഈ ജോലിയുണ്ട്. ഇപ്പോൾ ജോലിയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ പകല് പോകുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും, മനസ്സിലായില്ലേ? പിന്നെ ജോലിക്ക് പോകുന്ന ദിവസം ചിലപ്പോൾ ഏർലി മോർണിംഗ് എനിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആൾക്കാർ പിന്നെ പൊതുവേ ഞാൻ ഇൻട്രോവേർട്ട്. ഞാനിപ്പോൾ ആൾക്കാരോട് പണ്ടേ ഞാൻ ഇതില്ല, സംസാരമില്ല. പഠിക്കുമ്പോൾ ചെറുപ്പം മുതൽ സംസാരമില്ല, പഠിക്കുമ്പോഴേ ഇല്ല. പഠിക്കുമ്പോൾ പിന്നെ കുറച്ചൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ. +2 വരെ ഞാൻ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടും ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുള്ള ആളായിരുന്നു. അതിന് ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഞാനൊന്ന് കുറച്ചൊരു ഗ്യാങ്ങും കാര്യങ്ങളും ഒരു ധൈര്യമൊക്കെ വന്നേ. പിന്നെ ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ ഉണ്ട്. പഠിച്ച സ്ഥലത്ത് പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആരോടും മിണ്ടൂല. എനിക്ക് ആളുകളെ ഇൻട്രാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജെല്ലാവാനൊക്കെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ സെറ്റായിട്ടുണ്ടാവും. അതാണ് നമ്മളെ രീതി. ഈ ഇപ്പൊ സൗഹൃദ വലയം കുറവാണെന്ന് പറഞ്ഞല്ലോ. ചില ആൾക്കാർ ഇൻട്രോവേർട്ട് ആയി പോകുന്നതിന് റീസൺ ഉണ്ടാവും. ചില ആൾക്കാരുടെ ബേസിക് നേച്ചർ അതായിരിക്കും. എന്തെങ്കിലും ചെറുപ്പത്തിലുണ്ടായ ഒരു റീസൺ കൊണ്ടാണോ അങ്ങനെ വന്നത്? അതേ പണ്ട് തൊട്ടേ ബേസിക് നേച്ചർ അത് തന്നെയാണ്. അങ്ങനെ ട്രോമ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പാസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല. എനിക്ക് ചെറുപ്പം മുതലേ പേടിയാണ്. ആൾക്കൂട്ടം സ്റ്റേജും ഒക്കെ പേടിയാണ്. അപ്പോൾ ഒരു ഈവൻ കല്യാണ വീട്ടിലിങ്ങനെ പോകുമ്പോൾ നിറച്ച ആൾക്കാരല്ലേ, കോൺഷ്യസ് ആവും. ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും, മനസ്സിലായോ? സിനിമാ തിയേറ്ററിൽ തന്നെ പോകുമ്പം ഓൾറെഡി ഫുള്ളി പാക്ഡ് ആയിരിക്കുന്ന സിനിമാ തിയേറ്ററിൽ നമ്മൾ കയറാൻ പേടിക്കും. 2 സ്ഥലത്ത് പേടിയല്ല, ഇൻഹിബിഷൻ. എനിക്ക് ആൾക്കാരെ അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും ഗ്ലാസ് വെക്കുന്നത്. പണ്ട് നമുക്ക് ഗ്ലാസ് വെച്ച് നടക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ, ഐ കോണ്ടാക്ട് ഇല്ലല്ലോ. ഈ സാധനം എനിക്കും ഉണ്ടല്ലേ? ആൾക്കാർ നമ്മളെ നേരെയാണ് ആൾക്കാർ താഴേക്ക് നോക്കിട്ട് പോയി കയറിഞ്ഞ്. അതല്ല, എന്നിട്ട് ആൾക്കാർ വിചാരിക്കും ഓൾറെഡി തിയേറ്ററിനകത്ത് ഇരുട്ടാ, അവിടെ ഒരു ചങ്ങായി കൂളിംഗ് ഗ്ലാസും വെച്ച് വരുന്നു. അപ്പൊ ഇവൻ എന്ത് വട്ടണം വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ അതാ, ഞാൻ പേടിച്ചിട്ട് വെക്കണമെന്നൊക്കെ. അല്ല, ആക്ച്വലി പേടി എന്നുള്ള വാക്ക് അത് ലിറ്ററലി എടുക്കണ്ട, ഞാൻ ജസ്റ്റ് കോമഡി. അതായത് എനിക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ വലിയ താല്പര്യമില്ല ഇത് സ്ട്രേഞ്ചേഴ്സിന്. അത് പണ്ടത്ര ഉണ്ടായിരുന്നു, ഇപ്പോൾ കൂടുതലായിട്ട് വന്നത്. കാരണം ആൾക്കാർ നമ്മളൊന്ന് ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കും. അത് നല്ല രീതിക്കാണ് അധികം ആൾക്കാർ എടുക്കുന്നത്. അങ്ങനെ ശത്രുക്കളെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. അശ്വന്ത് എപ്പോഴെങ്കിലും ഈ ഹെയർ ഒക്കെ ഒതുക്കി ചീകിയിരുന്ന ഒരു ഫോട്ടോ ഒന്ന് കാണാൻ പറ്റും റിവ്യൂ? ആ കളങ്കാവലിൻ്റെ റിവ്യൂലുണ്ട്. അല്ല, അത് സിനിമയ്ക്ക് വേണ്ട, അല്ലാതെ അശ്വന്ത് ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് ഹെയർ ഇട്ട്? ഫുൾ. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്തി കഴിഞ്ഞാൽ പിന്നെ മുടിയൊന്നും ചെയ്യില്ല. മുടി കുറച്ച് കഴിയുമ്പം ഡ്രൈ ആകുമ്പോൾ മുടി ഇങ്ങനെ പൊങ്ങി വരും. കുളിക്കുമ്പോൾ ഇത് ഇതായിട്ടിരിക്കും, ഡ്രൈ ആകുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും, മറ്റേ പോപ്കോണൊക്കെ വരും പോലെ. പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പിറ്റേന്ന് കുളിക്കാൻ വരെ അങ്ങനെ തന്നെയായിരിക്കും, ചെയ്യുകയില്ല. ചെയ്യാൻ ഇത് കോമ്പ് ഇതിനകത്തൊരു കടക്കണ്ടേ, സ്റ്റക്കായി പോകും. ഇല്ലേ കുളിച്ചോടനെ ചെയ്യാൻ പറ്റും. കളങ്കാവലിനെ കുളിച്ചിട്ട് റിവ്യൂ ചെയ്തേ. അപ്പോൾ കുറേ ആൾക്കാർ ഇവനിപ്പോൾ കൊള്ളാം. അപ്പോൾ ആൾക്കാർ അത്രയും കാലം ഞാൻ കുളിച്ചിട്ടില്ല എന്നാ. ഞാൻ കുളിക്കാത്തതുകൊണ്ടല്ല, കുളിച്ച ഉടനെ റിവ്യൂ ചെയ്യുന്നില്ലല്ലോ. അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി അടുത്ത് കുളിച്ചു. കളങ്കാവലിന് റിവ്യൂ ചെയ്യാൻ വേണ്ടി കുളിച്ചു. അതും തല മാത്രം കുളിച്ചു. എന്തൊക്കെ കഷ്ടപ്പാട്, എന്ത് കഷ്ടപ്പാട്, തല നനച്ച്. അല്ല, ഞാൻ അത് ശരിയാ. അപ്പോൾ ആൾക്കാർ ഭയങ്കര സന്തോഷം. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ, കുളിച്ച് ഷേവ് ചെയ്ത് മുടിയൊക്കെ ചെയ്യി. എൻ്റെ അച്ഛനൊക്കെ പറയണം എപ്പോഴും, നീ ഇങ്ങനെ നടക്കുന്ന ഒരു സുഖമില്ല, നീ ഒന്ന് ഷേവ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും നിന്നെ കുളിച്ച് കണ്ടല്ലോ, ഇപ്പോഴാണ് നീ ഒരു മനുഷ്യനായത്, ഇപ്പോഴാണ് നീ ഇതായത്, ആദ്യമായിട്ട് നിന്നെ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുണ്ട്. അല്ല, ഈ ഹെയർ സ്റ്റൈൽ ചിലപ്പോൾ ഞാൻ മാറ്റും. സ്കൂളാകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു, പ്രിൻസിപ്പൾ ചീത്ത പറയും.
ഇപ്പൊ വർക്കിംഗ് അല്ലല്ലോ. ഇല്ല. പക്ഷെ അന്ന് അപ്പോഴും ഞാൻ മുടി വെച്ചിട്ടുണ്ട്. കാരണം സ്കൂളിൽ പോകുമ്പോൾ ഒതുക്കുവോ? അല്ല, അത് ഓരോ പ്രിൻസിപ്പൽമാരനുസരിച്ച്. ചില പ്രിൻസിപ്പൽമാർ ഇങ്ങനെ പറയും, അശ്വന്തേ നീ ഇങ്ങനെ നടക്കല്ലടാ, നീ ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, പിള്ളേരോട് പറയാൻ പറ്റുന്നില്ല, പിള്ളേരോട് മുടി വെട്ടാൻ പറയുമ്പോൾ നിന്റെ മുടിയാണ് കാണിക്കുന്നത്, പിന്നെ നമ്മളെങ്ങനെ പറയുക പറയും. അത് ഓരോ പ്രിൻസിപ്പൽമാരനുസരിച്ചിരിക്കും. പിന്നെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടി, അല്ലാതെ അവരെ പേടിച്ചിട്ടില്ല, വല്ലാതെ അവരെ ബുദ്ധിമുട്ടി ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ഞാൻ വെട്ടാറുണ്ടായിരുന്നു. അങ്ങനെയാണ്. ഇപ്പൊ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ഈ അടുത്താണ് മരണപ്പെട്ടു പോയത്. ഒരു ലൈഫിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഇല്ലാതാവുന്നത്. അതെ അതെ അതെ. എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അശ്വന്തിന്റെ ഒരു ജീവിത രീതി സ്റ്റൈലിയൊക്കെ അശ്വന്ത് ഇവിടെയാണ്, ഒറ്റയ്ക്ക് ഫാമിലി അവിടെയാണ്. അപ്പൊ അതിൻ്റെ ഇത് ഈ ഓവർകം ഹീലിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? അല്ല എല്ലാ അച്ഛൻ കഴിഞ്ഞ 2 വർഷമായിട്ട് അച്ഛൻ എൻ്റെ കൂടെ താമസം. അച്ഛൻ ഡയബറ്റിക് ആയിരുന്നു. ഫ്ലാറ്റിലായിരുന്നു അച്ഛൻ അമ്മേ. അപ്പൊ അച്ഛൻ്റെ കൂടെ അമ്മ വേണമല്ലോ. അപ്പോൾ അച്ഛൻ്റെ ഗ്രാജുവലി ഈ ഡയബറ്റിക് അതിൻ്റെ പ്രോസസ്സ് അറിയാലോ, കട്ട് ചെയ്ത് കാലിൻ്റെ ഓരോ പോർഷൻസ് കട്ട് ചെയ്ത്, ഒരു കാല് കട്ട് ചെയ്ത് അത് ഹീലായി, പിന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ 2 വർഷമായിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഒരു 2 months കൂടുമ്പോൾ സർജറി, ആൻജിയോപ്ലാസ്റ്റി, അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു. അച്ഛനിങ്ങനെ വീക്കായി വരുന്ന ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മരിക്കുന്നതിന് മുൻപുള്ള ആ പ്രോസസ്സാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഐ ഓൾറെഡി ന്യൂ, മനസ്സിലായോ, ഹി വുഡ് ഡൈ എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓൾറെഡി, ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മരിച്ചു കഴിയുമ്പോൾ ആക്ച്വലി ഐ ഗോട്ട് റിലീവ്ഡ്. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെയുള്ള അച്ഛനെ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അച്ഛനെ ബുദ്ധിമുട്ടാണ് കാണുന്ന. പക്ഷെ അമ്മയ്ക്കൊന്നും ഞാൻ എടുക്കാൻ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. പിന്നെ എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ICUലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിരുന്നു, കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഞാൻ ഇരുത്താണല്ലോ എപ്പോഴും, കൂടുതൽ സമയം ഞാൻ ഒറ്റയ്ക്കിലിരിക്കുന്നത്, റൂമിലിരിക്കില്ലായിരുന്നു. അപ്പം പക്ഷെ അന്ന് പിന്നെ അച്ഛൻ സേവായി. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അച്ഛൻ മരിക്കുന്നതിന് നന്നായി ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ സംസാരിച്ച് കുറച്ചും കൂടി. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ മരിച്ചപ്പോൾ അത്ര റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ടായേനെ. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാനത് ഉൾക്കൊണ്ടിട്ടില്ല. ചില കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ അങ്ങനെ വിടുന്നത് നല്ലത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിന്തിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഈ നമ്മുടെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ, ഇത് ഇപ്പോഴത്തെ കാര്യമല്ലേ പറയുന്നത്, അച്ഛൻ മരിച്ചത് എനിക്ക് അറിയുന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇൻഡസ്ട്രി മുഴുവൻ അതെങ്ങനെ അറിയാമെന്നറിയാം. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ. പുള്ളി അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളി ഭയങ്കര എസ്സേ പോലെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് പേപ്പർ കൊടുത്തു. അങ്ങനെ കുറേ എഡിഷനിൽ ഇത് പോയി. ഇതാരോ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് എനിക്കിഷ്ടമല്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ആൾക്കാർ അറിയുന്നത്. അതിൻ്റെ സന്തോഷമായി കഴിഞ്ഞാലും എൻ്റെ സങ്കടമായി കഴിഞ്ഞാലും. അപ്പോൾ അതെനിക്ക് അങ്ങനെ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ പേര് എന്നെ വിളിച്ച്, അത് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. അത് ഞാൻ തന്നെ റിവ്യൂസിൽ തൂക്കി വിട്ട ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡും. അപ്പോൾ ആൾക്കാർ ഇത്രയും പേര് നമ്മളെ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ വെക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ബാഡാണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിളിച്ചു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ വരണമെന്ന് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞാൽ 1-2 പേരൊന്നല്ല, 100 കണക്കിന് ആൾക്കാർ മെസ്സേജ്. ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് നമ്മൾ അറിയുന്ന ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന അത് പുള്ളിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞാൽ നല്ലതല്ലേ ഷൈൻ ടോം. പുള്ളി ഒരു സെന്റൻസ് മുഴുവൻ ഇട്ടു. കാരണം പുള്ളിയുടെ അച്ഛൻ ഇപ്പോൾ അടുത്തല്ലേ മരിച്ചേ. അച്ഛൻ മരിക്കുന്ന വേദന എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സാധനം ഇട്ടു. ഭയങ്കര ഇപ്പം ആൾക്കാർ നന്മയുള്ള. അപ്പൊ ഞാനത് ശരിക്കും, കാരണം ഷൈൻ ടോം നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഞാൻ എപ്പോഴും ഈ സാധനം ഞാൻ ഒരു അറിയാവുന്ന വ്യക്തിയാണ്. മാത്രമല്ല പുള്ളി എനിക്കെതിരെ കുറേ ബൈറ്റ്സ് കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ അങ്ങനെ കുറേ പേര്, പിന്നെ ഭയങ്കര ഹയർ പൊസിഷനിൽ നിൽക്കുന്ന മീഡിയ പേഴ്സൺസ്, അപ്പോൾ ഇവരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നും എന്നെ അറിയാമെന്നുള്ള പോലെ ഞാൻ എപ്പോഴാണ് അറിയുന്നത്.